ഒരു ഭാര്യ വ്യഭിചരിച്ചു അല്ലെങ്കിൽ ഭർത്താവ് വ്യഭിചരിച്ചു എന്നുള്ള ഏക കാരണത്താൽ വിവാഹബന്ധം മുറിയൊന്നുമില്ല. അവർക്ക് തീരുമാനിക്കാം. ഒരു വേള അങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ പെട്ടുപോയി എന്ന് ഭർത്താവിന് തോന്നുകയാണ്. ഭാര്യ വളരെ ഖേദത്തോടുകൂടെ അത് സമ്മതിക്കുകയാണെങ്കിൽ, ഭർത്താവിന് ഉദ്ദേശമുണ്ടെങ്കിൽ അയാൾക്കത് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയും, പൊറുക്കാനും മറക്കാനും ഒക്കെ സാധ്യമാകും എന്ന് അവൾ ആത്മാർത്ഥമായിട്ടാണ് എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നതിന് ഇസ്ലാമിൽ തടസ്സമൊന്നുമില്ല. പിന്നെ പിരിയലും അതുപോലെ തന്നെ കാലാകാലം പിന്നെ ഒരിക്കലും ചേരാൻ പറ്റൂല എന്നൊക്കെ പറയുന്നത് എപ്പോഴാ? ഈ നിലക്കുള്ള വാക്കുകൾ പറഞ്ഞ് ശാപപ്രാർത്ഥന നടത്തിയാണ്ട് പിരിഞ്ഞാലാണ്. അത് അള്ളാഹു ചെയ്തിട്ടുള്ള ഒരു കാരുണ്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരാളെ പറ്റി അങ്ങനെ ഒന്ന് കേട്ടതുകൊണ്ടോ കണ്ടതുകൊണ്ടോ വിവാഹ ജീവിതം ഒഴിവാക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അത് ആ ഭർത്താവിന് തീരുമാനിക്കാം, അല്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് തീരുമാനിക്കാം. അങ്ങനെയുള്ളൊരു ഭർത്താവിൻ്റെ കൂടെ ഞാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ചൊരു പെണ്ണ് പോവുകയാണോ, ഒഴിവാക്കി പോകാം. ഭർത്താവ് വിചാരിക്കാണ് ഇനി പറ്റുന്നില്ല, അതിന് ശരിയാവില്ല എന്നാണെങ്കിൽ പിരിയാം. കാരണമാണ്, ത്വലാഖ് ചൊല്ലാനുള്ള കാരണമാണ്. ഈ അവസരത്തിൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അവർ പരസ്പരം പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഇസ്ലാം അതിന് അനുവദിക്കുന്നു. തുടർന്നുകൊണ്ടുള്ള വചനം നോക്കൂ. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു വഅന്നല്ലാഹ തവ്വാബുൻ ഹകീം. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ദയ നിങ്ങളുടെ മേലില്ലായിരുന്നുവെങ്കിൽ, വലൗലാ ഫദ്ലുല്ലാഹി, അള്ളാഹുവിൻ്റെ ദയ, അള്ളാഹുവിൻ്റെ കൃപ നിങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഏത് നിലക്ക്? വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ കാരുണ്യവും, അള്ളാഹിൻ്റെ കാരുണ്യവും അള്ളാഹിൻ്റെ കൃപയൊന്നും നിങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ, വഅന്നല്ലാഹ തവ്വാബുൻ ഹകീം, നിശ്ചയമായും അള്ളാഹു ഏറെ തൗബ സ്വീകരിക്കുന്നവനാണ്, എല്ലാത്തിനെക്കുറിച്ചും വളരെ കൃത്യമായി യുക്തിയുക്തം കാര്യങ്ങൾ തീരുമാനിക്കുന്നവനാണ്. അങ്ങനെയൊക്കെ അല്ലായിരുന്നുവെങ്കിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയൊക്കെ അല്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാണാമായിരുന്നു നിങ്ങൾക്ക് കാര്യങ്ങൾ എന്ന്. റബ്ബ് ഇങ്ങനെ ഒരു സംവിധാനം നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ എന്തായി തീരുമായിരുന്നു? നിങ്ങൾ ആകെ കഷ്ടപ്പെടൂലായിരുന്നോ? കഷ്ടപ്പെടൂലേ? ഉറപ്പല്ലേ? നേരത്തെ ഈ നിയമം ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പം എന്തു ചെയ്യും? ഒരു ഭർത്താവിനത് നേരെ വന്ന് കണ്ടാൽ പോലും മിണ്ടാൻ പറ്റുമോ? അയാൾക്ക് ഇവരെ അവിടെ വിട്ടിട്ട് വീട്ടിൽ അങ്ങാടി പോയിട്ട് 4 ആളെ കൊടുന്നത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അള്ളങ്ങനെ ഒരു നിയമം ഇറക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ കഷ്ടപ്പെടൂലേ ഭർത്താവും ഭാര്യയും ഒക്കെ? നേർക്ക് നേരെ കണ്ടാൽ പോലും ഇതൊക്കെ സഹിച്ച് ഭാര്യ ഭർത്താക്കളായി പിന്നെയും വിശ്വാസമില്ലാതെ നരകതുല്യമായ ജീവിതം ജീവിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ കൊലപാതകല്ലേ നടക്കുക? അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹിൻ്റെ കാരുണ്യാണ്, അള്ളാഹുവിൻ്റെ നിയമമാണ്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹു നിങ്ങളുടെ മേൽ കരുണയും കൃപയും ഒക്കെ ചൊരിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ പല വിഷയങ്ങളിലും നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുക തന്നെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ വഅന്നല്ലാഹ തവ്വാബുൻ, നിശ്ചയം അല്ലാഹു അവൻ്റെ അടിമകളുടെ മേൽ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനുമല്ലായിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ ഹകീം, നിങ്ങളോട് കൽപ്പിക്കുന്നതും നിങ്ങളോട് വിരോധിക്കുന്നതുമായ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളിൽ വളരെ യുക്തിയുക്തം ഇടപെടുന്ന റബ്ബാണ്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ നിങ്ങളാകെ കഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ ഇത്തരം നിയമങ്ങളൊക്കെ അടങ്ങുന്ന ഇസ്ലാമിക ശരീഅത്ത് റബ്ബ് നിശ്ചയിച്ചത് തന്നെ മാനവ സമൂഹത്തോടുള്ള അവൻ്റെ കൃപയാണ്, ദയയാണ്, കാരുണ്യമാണ് എന്നാണ് അല്ലാഹു ഇതിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, ഇത്തരം ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ എന്താണ് അതിലെ പരിഹാരം, ആ വിഷയത്തിൽ ഇസ്ലാം കണ്ടിട്ടുള്ള മാർഗമെന്ത് എന്നൊക്കെയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും സമൂഹത്തിൽ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടേറെ ദുഷിച്ച പ്രവണതകളിൽ നിന്നും എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലുള്ള പാവങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ.